ഒമാനിൽ പ്രതിവർഷ വരുമാനം 50,000 റിയാലിന് മുകളിലുള്ളവരിൽ നിന്ന് 5% ആദായ നികുതി ഈടാക്കാനുള്ള നീക്കത്തിന് അംഗീകാരം. വ്യക്തിഗത ആദായ നികുതി നിയമത്തിന്റെ കരട് ശുപാർശകൾക്കാണ് സ്റ്റേറ്റ് കൗൺസിലും മജ്ലിസ് ഷൂറയും അംഗീകാരം നൽകിയത്. ഒമാനിൽ നടപ്പാക്കാൻ പോകുന്ന വ്യക്തിഗത ആദായ നികുതി നിയമത്തിന്റെ കരട് ശുപാർശകൾക്കാണ് ഒമാൻ സ്റ്റേറ്റ് കൗൺസിലും മജ്ലിസ് ഷൂറയും അംഗീകാരം നൽകിയത്. മധ്യവർഗത്തിന്റെ പ്രയോജനത്തിനായാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നതെന്നും വ്യക്തിഗത ആദായ നികുതിയിൽ ഗ്രാറ്റുവിറ്റിയോ മറ്റു സേവനാവസാന ആനുകൂല്യങ്ങളോ വരുമാന സ്രോതസ്സുകളായി കണക്കാക്കേണ്ടതില്ലെന്നും ഇരു കൗൺസിലുകളും സമ്മതിച്ചു. നേരത്തെ പ്രതിവർഷം 30,000 റിയാലിൽ കൂടുതൽ വരുമാനമുള്ള വ്യക്തികൾക്ക് ആദായ നികുതി ചുമത്താനായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. നിയമം നടപ്പിലാക്കുന്നത് മാറ്റിവെക്കണമെന്നും ചില അംഗങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. അതേസമയം എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നതുവരെ ആദായ നികുതി നിയമം നടപ്പിലാക്കുകയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദായ നികുതിക്ക് പകരം മൂല്യവർദ്ധിത നികുതി ഉയർത്താനുള്ള നിർദ്ദേശത്തെയും സർക്കാർ തള്ളിയിട്ടുണ്ട്. വാറ്റ് വർദ്ധിപ്പിക്കുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണെന്നും അതേസമയം ആദായ നികുതി ജനസംഖ്യയിൽ 1% മാത്രം ബാധിക്കുകയുള്ളൂ എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കോർപ്പറേറ്റ്, സെലക്റ്റീവ്, മൂല്യവർദ്ധിത നികുതികൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് 2024 ഏകദേശം 1.4 ബില്യൺ റിയാലാണ് ഒമാൻ സമാഹരിച്ചത്. വ്യക്തിഗത ആദായ നികുതി നിയമം നടപ്പിലായാൽ ആദായ നികുതി ഏർപ്പെടുത്തുന്ന ആദ്യ ഗൾഫ് രാജ്യമാകും ഒമാൻ. മീഡിയ 1, മസ്കത്ത്.